ഹൂത്തികളുടെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ വീണ്ടും ഇസ്രായേലിൽ ഒരു ആക്രമണം തൊടുത്തുവിട്ടു. ഇത്തവണ ഇത് ഇസ്രായേലിന്റെ ബെൻഗുരിയൻ എയർപോർട്ട് മേഖലയിൽ വിജയകരമായി തന്നെ ഒരു സ്ട്രൈക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ ആ വിമാനത്താവളം ഔട്ട് ഓഫ് റണ്ണിങ്ങിലേക്ക് പോയി. ഒരല്പസമയത്തേക്ക് ആ ഒരു എയർപോർട്ട് അടച്ചു മൂടുന്നതായി ഇസ്രായേലിൽ നിന്നും ഒരു അറിയിപ്പ് വന്നു. എന്നാൽ ഇതിന്റെ അടുത്ത ഘട്ടമായി ഹൂത്തികൾ വീണ്ടും പറഞ്ഞത്, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആളുകൾക്കും ഞങ്ങൾ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഇസ്രായേലിന്റെ വാർ ക്രൈംസ്, ഗാസയ്ക്കുള്ളിൽ അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ ചോദ്യം ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം ഏതൊരു എയർലൈൻസും ബെൻഗുരിയൻ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യില്ല. അങ്ങനെ ലാൻഡായാൽ ഞങ്ങളത് വെറുതെ വിടില്ല എന്ന് തുറന്നു തന്നെ ഒരു മുന്നറിയിപ്പ് നൽകി. അങ്ങനെയാണെങ്കിൽ ഹൂത്തികളെ കൊണ്ട് ഈ ഒരു ആക്രമണം എങ്ങനെ ചെയ്യാൻ സാധിച്ചു? പ്രധാനമായും ഇവിടെ ഫെയിൽഡ് ഇന്റർസെപ്ഷൻസ് 5 തവണ സംഭവിച്ചിട്ടുണ്ട്. 5ഓളം ഇന്റർസെപ്റ്റർ മിസൈൽസ് ഈ അകത്തേക്ക് വരുന്ന ഹൂത്തികളുടെ പ്രൊജക്ടൈലിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു. അപ്പോ ഇസ്രായേൽ ഇവിടെ ചെയ്ത തെറ്റെന്താണ്? എങ്ങനെയാണ് ഇത്രയും അസാധ്യമായ ഒരു കാര്യം ഹൂത്തികളെ കൊണ്ട് ചെയ്യാൻ സാധിച്ചത്? ഇതാണ് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. പാലസ്തീൻ 2 എന്നത് ഹൂത്തീസിന്റെ പക്കലുള്ള ഒരു ഹൈപ്പർസോണിക് മിസൈലാണ്. ഞാൻ ഇതിനകം പല ഭാഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഹൂത്തികളുടെ പക്കൽ അങ്ങനെ പ്രത്യേകം മിസൈൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ഇല്ല. അതുപോലെ തന്നെ ഹൂത്തികൾക്ക് ഓൺ മിസൈൽ ആർസണലും ഇല്ല. ഇവരുടെ പക്കൽ ഉള്ളതിൽ A to Z എല്ലാം തന്നെ ഇറാന്റെ പക്കൽ നിന്ന് വന്നതാണ്. കൂടാതെ യമന്റെ തലസ്ഥാനമായ സന ഇവർ പിടിച്ചെടുത്തപ്പോൾ ഇവർക്ക് പ്രത്യേകമായി ഒരു ആയുധ ശേഖരം ലഭിച്ചു. കാരണം സർക്കാരിന്റെ സൈന്യത്തിൽ നിന്നും അത്രയും അമ്മുനേഷൻ ഗൗഡൌൺസും ഇവരുടെ പക്കലേക്ക് ലഭിച്ചു. സോവിയറ്റ് യൂണിയന്റെ നൂതന ആയുധങ്ങൾ മുതൽ അമേരിക്കയുടെ ആയുധ സംവിധാനം എല്ലാം തന്നെ ഹൂത്തികളുടെ പക്കൽ ഇപ്പോഴുണ്ട്. പുറത്ത് അറിയുന്നത് വരെയും ഈ ഹൂത്തികളുടെ പക്കൽ ആന്റി എയർക്രാഫ്റ്റ് ഡിവൈസസ് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയാം. എന്നാൽ സോവിയറ്റ് മെയ്ഡ് R-73 മിസൈലുകൾ ഈ ഹൂത്തികളുടെ ആർസനലിൽ ഏകദേശം 150-ലധികമുണ്ട്. ഇങ്ങനെ ഒരു ഡേറ്റ ഉണ്ട്. അതായത് പഴയ സർക്കാരിന്റെ ഗോഡൌണിൽ ഉണ്ടായിരുന്നത് ഇപ്പോ ഇവരുടെ നിയന്ത്രണത്തിലുണ്ട് എന്നുള്ള ഒരു ഡേറ്റ. പക്ഷേ ഇതാരും ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ മാത്രം ഇപ്പോ സംഭവിച്ചിരിക്കുന്നതുമായി ചേർത്ത് മൊത്തം ഒരു 5 തവണ ഹൂത്തികളുടെ ബാലിസ്റ്റിക് മിസൈൽസ് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ എടുത്തു. കൂടെ 2 ഡ്രോൺ അറ്റംപ്റ്റും അവിടെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിന് മുൻപ് ചെയ്ത എല്ലാ അറ്റംപ്റ്റ്സും ഇസ്രായേലിന്റെ ഡിഫൻസ് സിസ്റ്റം ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ വളരെ ഫ്രഷായി ഹൂത്തികൾ ലോഞ്ച് ചെയ്ത ഈ പാലസ്തീൻ 2 എന്ന ഹൈപ്പർസോണിക് മിസൈൽ അതിന്റെ ഇമ്പാക്ട് ആ ഒരു വിമാനത്താവളത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഒരുപക്ഷെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കാണിക്കാം. നിങ്ങളത് കാണുക. ഇത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തത് കൊണ്ട് വളരെ വേഗത്തിൽ വന്നതുപോലെ നിങ്ങൾക്ക് തോന്നാം. ഇത് നോർമൽ സ്പീഡിൽ നോക്കിയാൽ പോലും ആ മിസൈൽ അത്രത്തോളം സ്പീഡിലാണ് താഴെ വളരെ വേഗത്തിൽ വരികയും അതിന്റെ ഇമ്പാക്ട് ഇവിടെ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഹൂത്തികൾ ഈ ഒരു മിസൈൽ ഫയർ ചെയ്തതിനു ശേഷം ഇസ്രായേലിന് ലഭിച്ച ഒരു റിയാക്ഷൻ ടൈം എന്നത് വെറും ഒരു 12 മുതൽ 13 മിനിറ്റ് ആയിരുന്നു. ഇത് ഹൈപ്പർസോണിക് ടാർഗറ്റ് ആയതുകൊണ്ട് തന്നെ ഈ 2000 കിലോമീറ്റർ ക്രോസ് ചെയ്യാൻ അവർക്ക് ആവശ്യമായ മിനിമം സമയം ഇതാണ്. അപ്പോൾ ഈ ഒരു മിസൈൽ അവരിങ്ങനെ വിക്ഷേപിക്കുമ്പോൾ തന്നെ അമേരിക്കയുടെ സോഴ്സസിൽ നിന്നും, അമേരിക്കയുടെ റഡാർ നെറ്റ്വർക്കിൽ നിന്നും, ഇനി ഇസ്രായേലിന്റെ ഓൺ റഡാർ നെറ്റ്വർക്സിൽ നിന്നും അവർക്കായിട്ടുള്ള ഒരു ഇൻപുട്ട് ലഭിക്കണം. അപ്പോൾ ഇസ്രായേൽ ഇതിനെ ഇനി പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ എയർ സ്പേസിനുള്ളിൽ വരുന്നതിന് മുൻപ് തന്നെ തടസ്സപ്പെടുത്താൻ കഴിയും. പക്ഷേ അവസാന ഘട്ടം വരെയും ഈ ഒരു മിസൈൽ ലോഞ്ച് ചെയ്തത് ഇസ്രായേൽ കണ്ടെത്തിയിട്ടേ ഇല്ല. ഇസ്രായേലിന്റെ എയർ സ്പേസിനുള്ളിൽ മിസൈൽ പ്രവേശിച്ചതിന് ശേഷം മാത്രമാണ് അകത്ത് ഇങ്ങനെ ഒരു ത്രെട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് പോലും മനസ്സിലാകുന്നത്. ഇതിന് മുൻപ് നടന്ന എല്ലാ സംഭവങ്ങളും എടുത്തു നോക്കിയാൽ പരമാവധി ഒരു 2-3 ഇന്റർസെപ്റ്റേഴ്സ് ആണ് അകത്തേക്ക് വരുന്ന പ്രൊജക്ടൈലിനെതിരെ ഇസ്രായേൽ ഫയർ ചെയ്യുന്നത്. അതിൽ കൂടുതൽ സമയവും ആ വാർഹെഡിനെ ന്യൂട്രലൈസ് ചെയ്യും. പക്ഷേ അമേരിക്കയുടെ താഡ് സിസ്റ്റത്തിൽ നിന്നും 3 ഇന്റർസെപ്റ്റർ മിസൈൽസ് ഈ ഒരു ത്രെഡിനെ നോക്കി ഫയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇസ്രായേലിന്റെ എയറോ ഡിഫൻസ് സിസ്റ്റത്തിൽ നിന്നും 2 ഇന്റർസെപ്റ്റർ മിസൈൽസ് അവസാന ഘട്ടത്തിൽ ഈ ഒരു ത്രെഡിനെ നോക്കി അയച്ചിട്ടുണ്ട്. പക്ഷെ ഈ 5 ഇന്റർസെപ്റ്റർ മിസൈൽസിനെ കൊണ്ടും അകത്തേക്ക് വരുന്ന ആ ബാലിസ്റ്റിക് മിസൈലിന്റെ വാർഹെഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ സാധിച്ചില്ല. ഇതിന്റെ ഫലം എന്താണെന്ന് അറിയണ്ടേ? ഈ ബെൻഗുരിയൻ എയർപോർട്ടിലെ റൺവേയിൽ നിന്നും ചില മീറ്റർ ദൂരത്തിലുള്ള ആ കോംപ്ലക്സ് സോണിൽ അത് ചെന്ന് വീണു. ഇത് ഓപ്പൺ ഗ്രൗണ്ടിൽ വീണതായി ഇവർ ഒരു ക്ലെയിം നടത്തിയാലും ഹൂത്തീസുകൾ പറയുന്നത് ഞങ്ങൾ അവിടെ റഡാർ നെറ്റ്വർക്കിനെ നശിപ്പിച്ചു എന്നാണ്. എന്നാൽ ഫുട്ടേജ് വെരിഫൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ സ്ട്രൈക്ക് ചെയ്ത സ്ഥലത്ത് നിന്നും ലഭിച്ച ഇമേജസ് വെരിഫൈ ചെയ്യുമ്പോൾ അത് ഓപ്പൺ ഗ്രൗണ്ടിലാണ് വീണിരിക്കുന്നത്. അങ്ങനെ റഡാർ ഇൻസ്റ്റാളേഷൻസ് ഒന്നും നശിപ്പിച്ചതായി അറിയുന്നില്ല. എങ്കിൽ പോലും ഇത് ഹൂത്തികൾക്ക് വലിയൊരു വിജയമാണ്. ബെൻഗുരിയൻ വിമാനത്താവളം എന്നത് പൂർണ്ണമായും ഇവരുടെ എയർ ഡിഫൻസ് ഷീൽഡിന് കീഴിലാണ് വരിക. കൂടാതെ ഇസ്രായേലിന്റെ സെക്യൂരിറ്റി അവിടെ വളരെ ടൈറ്റ് ആണ്. അതായത് അത്ര പെട്ടെന്ന് ഇസ്രായേലിന്റെ റഡാർസ് എവിടെയുണ്ട് എന്നുള്ളത് പോലും ആരെക്കൊണ്ടും കണ്ടെത്താൻ കഴിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം.
ഇസ്രായേലിന്റെ ഇന്ത്യയുടെ റഡാർ സ്റ്റേഷൻസ് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ റഡാർ സ്റ്റേഷൻസ് എവിടെയെല്ലാമാണ്, അതിന്റെ മാപ്പ് വേണമെങ്കിൽ ഗൂഗിൾ നിങ്ങൾക്ക് ചില ഇമേജസ് നൽകും. ഇവിടെയെല്ലാം പ്രോബബ്ലി ഇന്ത്യയുടെ റഡാർ സ്റ്റേഷൻസ് ഉണ്ടാകാം, പ്രോബബ്ലി പാകിസ്ഥാന്റെ റഡാർ സ്റ്റേഷൻസ് ഉണ്ടാകാം എന്നുള്ള ചില ഓപ്പൺ സോഴ്സിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് നൽകും. പക്ഷെ ഇസ്രായേലിന്റെ ഒരേയൊരു റഡാർ സൈറ്റ് ഇമേജ് പോലും നമ്മെ കൊണ്ട് അത്ര പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കില്ല. സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി ഇവയെല്ലാം ഇസ്രായേൽ ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ മാത്രമായിരിക്കും ഗൂഗിൾ നമുക്ക് തരിക. അത്രത്തോളം ആ റഡാർ നെറ്റ്വർക്സിലെല്ലാം അവിടെ സെക്യൂരിറ്റി ടൈറ്റ് ആക്കിയിട്ടുണ്ട്. കാരണം ഇസ്രായേൽ ഒരു ചെറിയ രാജ്യമാണ്, ഭൂപ്രദേശം വൈസ് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ രാജ്യം. 2-3 ഓവർലാപ്പിംഗ് റഡാർ വയ്ക്കുകയാണെങ്കിൽ അവരുടെ മുഴുവൻ എയർ സ്പേസിനെയും കവർ ചെയ്യാൻ സാധിക്കും. ഇനി അവരുടെ പക്കൽ പാട്രിയോട്ട് ഉണ്ട്, എയറോ ഉണ്ട്, താഡ് ഉണ്ട്, അയൺ ഡോം റഡാർ കവറേജ്, ഇങ്ങനെ സൗദി അറേബ്യയുടെ പ്രദേശങ്ങളെ പോലും ഒരു കവറേജ് നൽകാൻ കഴിവുള്ള റഡാർസ് ഇവരുടെ പക്കലുണ്ട്. എന്നാൽ ഇവയ്ക്കെല്ലാം അപ്പുറം ഹൂത്തികളുടെ മിസൈൽസ് ഇവരുടെ ഷീൽഡ് തകർത്തകത്തേക്ക് വന്നു എന്നുള്ളത് ഇമ്പോസിബിൾ ആയ ഒരു കാര്യമാണ്. പക്ഷേ ഇത് ഒരു തവണയല്ല, 2ാം തവണയാണ് ഹൂത്തീസ് ഇത് ചെയ്ത് കാണിക്കുന്നത്, ഇതുപോലെ വിജയകരമായി താഴെ ഇമ്പാക്ട് ഉണ്ടാക്കിയത്. വ്യക്തമായി ഇതിനെക്കുറിച്ച് പറയണമെങ്കിൽ ഇസ്രായേലിന്റെ ഒരു പരാജയം തന്നെയാണ് ഇതെന്ന് പറയാം. ഈ ഒരു ഇമ്പാക്ട് ഗ്രൗണ്ടിലല്ലേ ഉണ്ടായത്, റഡാർ സ്റ്റേഷൻസിലൊന്നും യാതൊരു നാശം ഉണ്ടായിട്ടില്ലല്ലോ എന്നൊക്കെ ഒരു പക്ഷെ നിങ്ങൾക്ക് പറയാം. ഏതൊരു ആർസനലും ഇല്ലാത്ത ഹൂത്തികളെ കൊണ്ട് ഇങ്ങനെ ടോപ്പ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ഉള്ള ഒരു രാജ്യത്തിൽ അമേരിക്കയുടെ താട് ഒരു സാധാരണ കാര്യമേ അല്ല. ബാലിസ്റ്റിക് മിസൈൽ ഇന്റർസെപ്ഷനെ സംബന്ധിച്ച് ഹിറ്റ് കിൽ അല്ലെങ്കിൽ ഹിറ്റ് ടു കിൽ, നേരിട്ട് ചെന്ന് പരസ്പരം കൂട്ടിമുട്ടി പൊട്ടിത്തെറിക്കുക, ഇങ്ങനെ ഹൈ മെനുവർ ചെയ്യുന്ന മിസൈലുകൾ ഇവർക്ക് ശേഷം റഷ്യയുടെ SY-100 സീരീസിൽ മാത്രമേ ഉള്ളൂ. അപ്പോ ലോകത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ആണ്. അതിനെ പോലും പെനട്രേറ്റ് ചെയ്ത് ഒരു മിസൈൽ അകത്തേക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ അത് അവിടെ എത്രത്തോളം ഗ്യാപ്പ് ഉണ്ടായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഈ ടെക്നോളജീസിൽ എത്രത്തോളം ലൂപ്പ് ഹോൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമായി കാണിക്കുന്നുണ്ട്. ഇതുമാത്രമല്ല, ഈ റഡാർസിനെ കണ്ടുപിടിക്കുക എന്നുള്ളതും അത്ര ടഫായ ടാസ്ക് അല്ല. ഇതിൽ ഹൂത്തികൾക്ക് ചൈനയുടെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ പക്കലുള്ള സീരീസ് സെറ്റ് ഓഫ് നെറ്റ്വർക്ക്സ് ഉപയോഗിച്ച് ഈ ടാർഗറ്റ്സ് ഒക്കെ ഇവർക്ക് എടുത്തു കൊടുക്കുന്നു എന്നുള്ളതൊക്കെ യുദ്ധക്കപ്പലുകളെ സംബന്ധിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അത് അത്ര വലിയ ടാസ്ക് ഒന്നുമല്ല. അറിയാവുന്നിടത്തോളം ഹൂത്തീസ് ഈ ഒരു എയർപോർട്ടിനെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവുകയില്ല. എയർപോർട്ടിനടുത്തുള്ള ഏതെങ്കിലും ഒരു റഡാർ ഇൻസ്റ്റാളേഷൻസിനെ ആക്രമിക്കണം എന്നുള്ളതായിരുന്നിരിക്കണം അവരുടെ ഒരു ശ്രമം. പക്ഷേ ഈ മിസൈലിന്റെ ആക്യുറസി കുറവായതുകൊണ്ട് തന്നെ അത് റഡാർ ഇൻസ്റ്റാളേഷൻസും കഴിഞ്ഞ് ചെന്ന് ഗ്രൗണ്ടിൽ വീണിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റഡാർ നെറ്റ്വർക്കിനെ എങ്ങനെയാണ് കണ്ടെത്തുക? ഇസ്രായേലിന്റെ റഡാർ നെറ്റ്വർക്ക് ഗൂഗിളിൽ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസിലും ലഭിക്കുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഇതിനൊരു വലിയ ഹാക്ക് തന്നെയുണ്ട്. RIT എന്നൊരു സാങ്കേതിക വിദ്യ, റഡാർ ഇന്റർഫറൻസ് ട്രാക്കിംഗ് സിസ്റ്റം. ഈ RIT ഏത് കോൺസെപ്റ്റിൽ വർക്കാകും എന്നുള്ളതും ഞാൻ പറയാം. സാധാരണ ഗൂഗിൾ എർത്ത് ഒക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകും. ഈ ഗൂഗിൾ എർത്ത് നോക്കിയാൽ ഓരോ സ്ഥലത്തിന്റെയും 3 ഡയമെൻഷണൽ ഫോട്ടോ, 3 ഡയമെൻഷണൽ വീഡിയോസ് ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഇപ്പൊ ഇന്ത്യ ഏതെങ്കിലും ഒരു പ്രദേശത്ത് റഡാർ സ്റ്റേഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗൂഗിൾ മാപ്പിലൂടെ നോക്കിയാൽ അറിയാൻ സാധിക്കില്ല. ഒരു കാടിന് നടുവിൽ വെച്ചിരിക്കുകയാണെങ്കിൽ ആ കാട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഒരു കെട്ടിടത്തിന് നടുവിലാണെങ്കിൽ ആ കെട്ടിടം മാത്രമേ അറിയാൻ സാധിക്കൂ. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ലൂപ്പ് ഹോൾ എന്താണ്? സെന്റിനൽ എന്ന യൂറോപ്യൻ യൂണിയൻ അവകാശപ്പെട്ട സീരീസ് സെറ്റ് ഓഫ് സാറ്റലൈറ്റ്സ് ഉണ്ട്. ഇതിൽ Sentinel-1A, Sentinel-1B ഇങ്ങനെ 2 പ്രധാനപ്പെട്ട റഡാർസ് ഉണ്ട്. സത്യത്തിൽ ഈ സാങ്കേതിക വിദ്യ പുറത്തേക്ക് വന്നത് തന്നെ ഒരു വലിയ കാര്യമായി അന്ന് മാറിയിരുന്നു. ഈ 2 റഡാർസും ചെയ്യുന്ന ഒരു ജോലി 24 മണിക്കൂറും ഈ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ SAR എന്ന സിന്തറ്റിക് അപ്പർച്ചർ റഡാർ, അതായത് ആകാശത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഉപഗ്രഹം സി ബാൻഡ് വേവ്സിൽ അതിന്റെ റഡാർസിനെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഈ റഡാർ തരംഗം ഭൂമിയിലുള്ള ഓബ്ജക്റ്റിൽ ചെന്ന് പതിക്കുകയും റിഫ്ലക്റ്റ് ആവുകയും ചെയ്യും. അവിടെയുള്ള ട്രാൻസീവർ വഴി ഇത് റിസീവ് ചെയ്യപ്പെടുകയും ഒരു 3 ഡയമെൻഷണൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഇത് സാധാരണ ഉപയോഗിക്കുന്നത് വെതർ പർപ്പസിന് വേണ്ടിയാണ്. കൊടുങ്കാറ്റ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ മഴ, വെയിൽ, ഇങ്ങനെ കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇസ്രായേലിലെ ഒരു വ്യക്തി ഒരു 10 വർഷത്തിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തു. ഈ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഇമേജസ് സാധാരണ ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. അതും ഈ Sentinel-1A എന്ന സാറ്റലൈറ്റ് ഇമേജസ് ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ എല്ലാവർക്കും അവൈലബിൾ ആയി ലഭിക്കുന്ന ഒരു സോഴ്സ് ആണ്. ഇദ്ദേഹം ഈ 2 ഡേറ്റയും കമ്പയർ ചെയ്ത് ഒന്നോടൊന്ന് ഓവർലാപ്പ് ചെയ്തപ്പോൾ ഒരു കാര്യം കണ്ടെത്തി. ഇസ്രായേലിന്റെ പാട്രിയോട്ട് എയർ ഡിഫൻസ് സിസ്റ്റം ബാറ്ററീസ് എവിടെയെല്ലാം ഉണ്ട്, അതിന്റെ റഡാർ കവറേജ് എത്രത്തോളം ഉണ്ട്, ഇതെല്ലാം ഈ ഓവർലാപ്പിംഗ് ചെയ്ത് ആ നോയ്സ് റെഡ്യൂസ് ചെയ്യുന്നതിലൂടെ അദ്ദേഹം കണ്ടെത്തി. ഇതൊരു വലിയ അലാം തന്നെ ക്രിയേറ്റ് ചെയ്തു. ഇദ്ദേഹം വലിയ ഹാക്കറൊന്നും തന്നെയല്ല, വെറും ഒരു എഞ്ചിനീയർ മാത്രമാണ്. ഫോട്ടോ സംബന്ധിക്കുന്ന ഒരു ഇമേജ് എഞ്ചിനീയറിംഗ്, അതാണ് അദ്ദേഹം പഠിച്ചത്. ആ 2 ഇമേജസിനെയും ഓവർലാപ്പ് ചെയ്യുമ്പോൾ അത് സിന്തറ്റിക് ഇമേജ് ആയി മാറും. സാധാരണ ഇമേജിനും സിന്തറ്റിക് ഇമേജിനും ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ ക്യാപ്ചർ ചെയ്ത ഒരു ഫോട്ടോ, ഈ ക്യാപ്ചർ ചെയ്ത ഫോട്ടോയെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിലേക്ക് മാറ്റി അതിനെ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ചെയ്യുമ്പോൾ
അതിൽ നിന്ന് ധാരാളം എക്സ്പോഷർ ആകും. ഇങ്ങനെ എക്സ്പോഷർ സംഭവിക്കുമ്പോൾ അതിലുള്ള നോയ്സസ് സി ബാൻഡ് വേവ്സ് വെച്ച് റെഡ്യൂസ് ചെയ്താൽ റഡാർ കവറേജ് സൈറ്റ് എവിടെയെല്ലാമാണെന്ന് അറിയാൻ സാധിക്കും. അതായത് റഡാർ ഇൻസ്റ്റാളേഷൻസ് എവിടെയെല്ലാം ഉണ്ട്, അത് എത്രത്തോളം വേവ്സ് എമിറ്റ് ചെയ്യുന്നു എന്നുള്ളതെല്ലാം അറിയാൻ സാധിക്കും. കാരണം ഈ മൾട്ടി ഡയറക്ഷണൽ വേവ്സ് എമിറ്റ് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക സ്ട്രക്ചറായി കാണാൻ സാധിക്കും. വ്യക്തമായി പറഞ്ഞാൽ ഇതാണ് അദ്ദേഹം കണ്ടുപിടിച്ച ഇമേജ്. 2018 ഇത് പുറത്തു വന്നു. അതിന് 3 വർഷത്തിന് മുൻപ് തന്നെ ഈ സാങ്കേതിക വിദ്യ കണ്ടെത്തി. പക്ഷേ ഇത് ഓൺലൈൻ ലീക്ക് ആയത് 2018 ഈ ഒരു ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാകും ആ ഡിഫറെന്റ് കളേഴ്സിൽ ഇസ്രായേലിന്റെ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് റഡാർ ഇൻസ്റ്റാളേഷൻസ് ഉണ്ട് എന്നുള്ളത്. അത് ഓപ്പണായി തന്നെ പുറം ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇതിനുശേഷം ഈ RATA ഒരുപാട് സ്ഥലങ്ങളിൽ നിരോധിച്ചു. ഇപ്പോൾ അതിന്റെ ടൂൾസ് അവൈലബിൾ ആണ്, പക്ഷെ പല സ്ഥലങ്ങളിലും അത് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോ സാധാരണ ഒരു സാറ്റലൈറ്റ് ഇമേജ് ഉപയോഗിച്ച് റഡാർ നെറ്റ്വർക്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ എടുക്കാൻ കഴിയും എന്നുള്ളത് ഇന്ന് ഓൺലൈൻ ലോകത്തിന് അവൈലബിൾ ആണ്. സാധാരണ മനുഷ്യർ തന്നെ ഇത്രത്തോളം ചിന്തിക്കുമ്പോൾ ഹാക്കേഴ്സ്, ഇതുപോലുള്ള സംഘടനകൾക്ക് പുറകിലുള്ള ടെക്നിക്കൽ ടീംസ് അവരൊക്കെ വെറുതെ ഇരിക്കില്ലല്ലോ. ഇപ്പോ ഈ രാജ്യത്തിൻ്റെതെന്നല്ല, ഖത്തറിന്റെ ഇമേജസ് ലഭിച്ചിട്ടുണ്ട്, റഷ്യയുടെ ഇമേജസ് ലഭിച്ചിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യയുടെ ഇമേജസ് പോലും പാകിസ്ഥാന്റെ പക്കൽ ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ സാറ്റലൈറ്റ്സിന്റെ പക്കൽ നിന്നും ഇവയെ മറച്ചു വെക്കാൻ സാധിക്കില്ലേ? ഈ SAR റഡാറിൽ നിന്നും ഗ്രൗണ്ട് ബേസ്ഡ് റഡാർസിന് രക്ഷപ്പെടാനേ കഴിയില്ല എന്ന് ചോദിച്ചാൽ രക്ഷപ്പെടാൻ കഴിയില്ല. റഡാർസ് എന്നത് സിംഗിൾ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് വേവ്സ് എമിറ്റ് ചെയ്ത് വീണ്ടും തിരികെ വാങ്ങി ടാർഗറ്റിനെ ഫൈൻഡ് ചെയ്യുക, ഇത് മാത്രമാണ് അതിന്റെ ജോലി. ഒന്നുകിൽ നമുക്കത് ഓൺ ചെയ്ത് വെക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ മിനിമം അതിന്റെ വേവ് ഫോം കുറയ്ക്കാൻ സാധിക്കും. സിഗ്നൽ സ്ട്രെങ്ത് കുറച്ച് ആ ഒരു മീഡിയം മോഡിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയും. ഈ 3 മാത്രമാണ് ഇതിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ജോലി. ഇനി ഈ SAR സാറ്റലൈറ്റ്സിൽ നിന്നും രക്ഷപ്പെടണം. ഹൂത്തികൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണ്, ഈ പ്ലാറ്റ്ഫോംസിനെതിരെയുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ അവിടെയും ഉള്ളത് ഒരേ ഒരു ഓപ്ഷനാണ്. ഇങ്ങനെയുള്ള സാറ്റലൈറ്റ്സ് എല്ലാം ട്രാക്ക് ചെയ്യുന്നത് എക്സ് ബാൻഡിൽ പ്രവർത്തിക്കുന്ന റഡാറിന്റെ തരംഗങ്ങളെയാണ്. ഇത് വളരെ സ്ട്രോങ്ങസ്റ്റ് വേവ് ഫോം ആണ്. അതിന് പകരം ഒരുപാട് ഡയറക്ഷനിൽ ഈ എക്സ്പാൻഡ് മാത്രം ഉപയോഗിക്കുന്നതിന് പകരം മൾട്ടിപ്പിൾ ഫ്രീക്വൻസി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൈമൾട്ടേനിയസ് ഗ്യാപ്പിൽ മാറ്റിക്കൊണ്ടിരിക്കണം. ആദ്യം എക്സ്പാൻഡ് കൊണ്ടുവരണം, പിന്നീട് ലോ ഫ്രീക്വൻസിയിൽ എമിറ്റ് ചെയ്യിപ്പിക്കുക. ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ എമിഷനിൽ ഒരു മിസ്മാച്ച് സംഭവിച്ചാൽ, അല്ലെങ്കിൽ എമിഷനിൽ ഒരുപാട് ഫ്രീക്വൻസീസ് ഇങ്ങനെ ചേഞ്ച് ആകുമ്പോൾ ഈ പറന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഉപഗ്രഹത്തെ കൊണ്ട് കൃത്യമായി അതിന്റെ ലൊക്കേഷൻ കണ്ടെത്താൻ സാധിക്കില്ല. ഇത് മാത്രമാണ് ഇപ്പോൾ അറിയാവുന്ന ഒരു ഓപ്ഷൻ. ഇങ്ങനെ ഏതെങ്കിലും ഒരു ടെക്നോളജി ഒരു പക്ഷെ ഹൂത്തികൾ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. ടെക്നോളജി എന്ന് പറയുന്നതിനേക്കാൾ ഇതൊരു ഹാക്ക് എന്ന് പറയാം. ഇത് സാധാരണയായി ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. അതിന്റെ ടൂൾസും അതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് ധാരണ ഉണ്ടെങ്കിൽ മാത്രം മതി. അപ്പോൾ ഹൂത്തീസ് ഇങ്ങനെ ഒരു ത്രെറ്റനിങ്ങും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഏത് രീതി അവർ പ്രയോജനപ്പെടുത്തിയെന്ന് അറിയില്ല. എന്തെങ്ങനെയായാലും ഇസ്രായേലിന്റെ ടോപ്പ് ടയർ ഡിഫൻസ് സിസ്റ്റത്തെ വീണ്ടും ഇവർ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തിന് ശേഷം എയർപോർട്ട് ഷട്ട് ഡൗൺ ചെയ്തു. കൂടാതെ ഒരു അടിയന്തര മീറ്റിംഗ് ഇസ്രായേൽ വിളിക്കാൻ പോവുകയാണ്. പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ പ്രസിഡന്റും ഈ ഒരു എമർജൻസി മീറ്റിംഗിൽ പങ്കെടുക്കുമെന്ന് അറിയിപ്പ് വന്നു. അപ്പോൾ ഹൂത്തികൾ ഇങ്ങനെ പറഞ്ഞത് മാത്രമല്ല, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് ഒരു വലിയ സമ്മർദ്ദവും കൊടുത്തു. നോക്കൂ, ഞങ്ങളെ കൊണ്ട് ബെൻ ഗുരിയൻ എയർപോർട്ടിനെ ആക്രമിക്കാൻ കഴിയും. ഈ എയർപോർട്ടിനെ ആക്രമിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ സിവിലിയൻ സൈറ്റിനെ ഞങ്ങൾ കൊണ്ട് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ഇസ്രായേലിന്റെ മിലിറ്ററി സൈറ്റ്സിനെ ഞങ്ങൾ കൊണ്ട് ടാർഗറ്റ് ചെയ്യാൻ കഴിയും. പ്രധാനമായും ഏരിയ 512 എന്ന് പറയപ്പെടുന്ന അമേരിക്കയുടെ സീക്രട്ട് റഡാർ ബേസ്, അതായത് ഇസ്രായേലിന് വേണ്ടി അമേരിക്ക നിർമ്മിച്ച ഒരു റഡാർ, ഇവയെല്ലാം ഞങ്ങൾക്ക് കൊണ്ട് ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കാൻ കഴിയും. പക്ഷെ അതൊന്നും ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. പെട്ടെന്ന് തന്നെ ഗാസയ്ക്ക് ഒരു തീരുമാനം കൊണ്ടുവരണം, ഇതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന എന്നും പറഞ്ഞു. എന്നാൽ എപ്പോഴെല്ലാമാണോ ഇസ്രായേലിൽ അവർ ഇങ്ങനെ ഒരു സ്ട്രൈക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രഷർ ഇസ്രായേലിന് നൽകുന്നത്, അപ്പോഴെല്ലാം ഇസ്രായേലിൽ നിന്നും കൊടുക്കുന്ന റിട്ടാലിയേഷൻ വളരെ സിവിയർ ആയിരിക്കും. അതും MLA പോർട്സിലായിരിക്കും നൽകുക. അപ്പോൾ വരാൻ പോകുന്ന ആഴ്ചകളിൽ, അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഒരു സ്ട്രൈക്ക് നമുക്ക് യമനിൽ പ്രതീക്ഷിക്കാം. അതിന്റെ അടിയന്തര മീറ്റിംഗ് ആണ് ഇപ്പോൾ വിളിച്ചു കൂട്ടുന്നത്. ഇനി ഏതൊരു രാജ്യത്തിന്റെ പക്കൽ എത്ര തന്നെ സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിൽ പോലും ആ മിസൈലിനെ എല്ലാം എത്ര എളുപ്പത്തിൽ ഇന്റർസെപ്റ്റ് ചെയ്യാം. ഇനി ഏതൊരു രാജ്യത്തിന്റെ പക്കൽ എത്ര തന്നെ സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിൽ പോലും ആ മിസൈലിനെ വളരെ ഈസിയായി ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയുമെന്നൊക്കെ ചിന്തിച്ചാൽ പോലും ഒന്നുമല്ല എന്നുള്ളതാണ് ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം നമുക്ക് കാണിച്ചിരുന്നത്. ഹൂത്തീസിന്റെ പക്കൽ വലിയ ആർസണൽ ഇല്ല. എന്നാൽ വീണ്ടും പല രാജ്യങ്ങൾ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽസ് നിർമ്മിക്കുന്നുണ്ട്. അതും MIRV സാങ്കേതികവിദ്യ കൊണ്ടുവരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള മിസൈലുകൾ ഹൂത്തികളുടെ പക്കൽ ലഭിച്ചാൽ അവർ എങ്ങനെയായിരിക്കും അത് പ്രയോജനപ്പെടുത്തുക? നിങ്ങൾ ആ വീഡിയോ കൃത്യമായി ഒന്നുകൂടെ നോക്കുക. ആ സെക്യൂരിറ്റി ഫുട്ടേജിലുള്ള വീഡിയോ നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ടിൽ നിന്നും
ഒരു 100 അല്ലെങ്കിൽ 200 മീറ്റർ വരെയും അതിൽ കവർ ആകുന്നുണ്ട്. ആ 200 മീറ്റർ ടൈം ഫ്രെയിമിൽ വെറും 0.02 സെക്കൻഡിൽ ആ ടാർഗറ്റ് ക്രോസ് ചെയ്യുന്നുണ്ട്. അത് കണ്ടില്ല എങ്കിൽ ആ ഫ്രെയിം റേറ്റ് ഒന്ന് കുറച്ച് നോക്കുക. മാക്സിമം 0.02 സെക്കൻഡ് മുതൽ 0.03 സെക്കൻഡിനുള്ളിൽ തന്നെ ആ ടാർഗറ്റ് താഴെ വീണ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇത്രത്തോളം കൂടുതൽ വേഗതയിൽ ആ ഡിസ്റ്റൻസ് അത് ക്രോസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ശബ്ദത്തിന്റെ വേഗതയേക്കാൾ കുറഞ്ഞതൊരു 15 മടങ്ങ് വേഗതയിലെങ്കിലും അകത്തേക്ക് വന്നിട്ടുണ്ടാകണം. ഈ 15 മടങ്ങ് വേഗതയിൽ അകത്തേക്ക് വരുന്ന മിസൈൽസിനെ പോലും ഇന്റർസെപ്റ്റ് ചെയ്യാൻ അവർ കഷ്ടപ്പെടുകയാണ്. അല്ലെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജി കാരണം അവിടെ അത്ര വലിയ സ്ഫോടനം ഉണ്ടാകുന്നുവെങ്കിൽ വീണ്ടും ഒരുപാട് ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്. ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 23, 25 മടങ്ങ് വേഗതയിൽ പോകുന്ന ആ തരത്തിലുള്ള മിസൈൽസ്, അവയെല്ലാം താഴെ വീണ് ഇമ്പാക്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര വലിയ പ്രശ്നമുണ്ടാകും. ഇങ്ങനെയുള്ള മിസൈലുകൾ പല രാജ്യങ്ങളുടെ പക്കലുണ്ട്. അപ്പോ ബാലിസ്റ്റിക് സാങ്കേതിക വിദ്യ കേൾക്കാൻ വളരെ ഈസിയാണ്, ഡിഫണ്ട് ചെയ്യാൻ ഈസിയായൊക്കെ തോന്നിയാലും അത് എത്ര വലിയ കോംപ്ലക്സ് ആയ കാര്യമാണ് എന്നുള്ളതൊക്കെ ഇങ്ങനെ നടക്കുന്ന സംഭവങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനും കഴിയും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് ഇക്ക് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.